മൂന്നാറിൽ പൊമ്പിളി ഒരുമയും സംയുക്ത ട്രേഡ് യൂണിയനും നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം പുരോഗമിക്കുന്നു. സർക്കാർ അനുകൂല തീരുമാനം കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പൊമ്പിളി ഒരുമ ഇപ്പോഴും. ജോലിയില്ലാത്തതിനാൽ കൊടും പട്ടിണിയിലായ തൊഴിലാളികൾ നിറകണ്ണുകളോടെയാണ് സമരമുഖത്ത് തുടരുന്നത്. PLC യോഗം മാറ്റിവെക്കുന്നത് തുടരുന്നതിനാൽ കടുത്ത നിരാശയിലാണ് പൊമ്പിളയൊരുമൈ പ്രവർത്തകർ സമരമുഖത്ത് തുടരുന്നത്. മുഖ്യമന്ത്രിയുമായി ഇന്നലെ ചർച്ച നടത്തിയ ശേഷം മടങ്ങിയെത്തിയ പൊമ്പിളയൊരുമൈ പ്രവർത്തകർ നാളെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറഞ്ഞുവെങ്കിലും പലരുടെയും മുഖത്തെ സങ്കടം മായുന്നില്ല. മുമ്പ് സർക്കാർ നൽകിയ ഉറപ്പുകൾ ജലരേഖയായെന്നത് തന്നെ കാരണം. മറുവശത്ത് സമരം തുടരുന്ന ട്രേഡ് യൂണിയൻ നേതാക്കളെ ഇനിയും വിശ്വാസത്തിലെടുക്കാനും ഇവർ തയ്യാറായിട്ടില്ല. ജോലിയില്ലാതായതോടെ തൊഴിലാളികൾ കൊടും പട്ടിണിയിലാണ്. ഭക്ഷണത്തിനുള്ള പണം പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുകയാണ് പൊമ്പിളയൊരുമൈ. തങ്ങളെ ഇനിയും ദുരിതത്തിലേക്ക് തള്ളിവിടാതെ എത്രയും വേഗം സർക്കാർ അനുകൂല തീരുമാനം കൈക്കൊള്ളണമെന്ന അപേക്ഷയാണ് തൊഴിലാളികൾക്കുള്ളത്. അതേസമയം നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന 6 ട്രേഡ് യൂണിയൻ പ്രതിനിധികളെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവിഭാഗത്തിലും സമരമുഖത്തുള്ള പലരുടെയും ആരോഗ്യനില മോശമായിക്കൊണ്ടിരിക്കുകയുമാണ്. സർക്കാരിന്റെ നിർണായക തീരുമാനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇനിയും ചർച്ചകൾ അനിശ്ചിതമായി തുടർന്നാൽ ഈ പാവങ്ങളോട് ചെയ്യുന്ന കൊടും വഞ്ചനയായിരിക്കും അത്. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.